ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. CPI കൊച്ചി മണ്ഡല സമ്മേളനം സമാപിച്ചു. MK അബ്ദുൽ ജലീൽ സെക്രട്ടറിയായി തുടരും. കുമ്പളങ്ങിയിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന CPI കൊച്ചി മണ്ഡലം സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ഡലം കമ്മിറ്റി അംഗം KK ഭാസ്കരൻ പതാക ഉയർത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ പൂർത്തിയാക്കി അതും നാട്ടുകാർ അറിയുന്ന നിലയിലാണ് ഇത്തവണ നമ്മുടെ സമ്മേളനങ്ങൾ. അങ്ങനെയാണ് നമ്മൾ പൂർത്തിയാക്കി. അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങളും നടത്തിയിട്ടാണ് മണ്ഡലം സമ്മേളനങ്ങളിലെത്തി. വരുന്ന 2-3 മാസത്തിനുള്ളിൽ ഈ സമ്മേളന കാലം അവസാനിക്കുന്നു. ഇതൊരു ആചാരമോ ചടങ്ങോ ആയിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ നടത്തി. കൃത്യമായ സംഘടനാപരമായിട്ടുള്ള ചിട്ടകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമ്മേളനം നടത്തുന്നത്. 3 വർഷം കൂടുമ്പോൾ കൃത്യമായി പാർട്ടി സമ്മേളനങ്ങൾ നടത്തിയിരിക്കണം. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ് അനുശാസിക്കുന്നത്. ആ 3 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായി നയപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായാൽ പാർട്ടിക്ക് ആ കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കണമെന്ന് വരികയും ഭേദഗതി വരുത്തണമെന്ന് വരികയും ഇടക്കാലത്തും പാർട്ടി കോൺഗ്രസോ പാർട്ടി പ്ലീനമോ ഒക്കെ നടന്ന ചരിത്രവും നമുക്കുണ്ട്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK ഷബീബ് രാഷ്ട്രീയ റിപ്പോർട്ടും മണ്ഡല സെക്രട്ടറി MK അബ്ദുൽ ജലീൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമലാ സദാനന്ദൻ, ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ EK ശിവൻ, T രഘുവരൻ, N അരുൺ എന്നിവർ പ്രസംഗിച്ചു. എലിസബത്ത് CC രക്തസാക്ഷി പ്രമേയവും K അനൂപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK ശിവാസ് സ്വാഗതം പറഞ്ഞു. M ഉമർ, K ആൻസിയ, മുഹമ്മദ് അബ്ബാസ് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. ചർച്ചയ്ക്ക് ശേഷം 2ാം ദിവസം പൊതു ചർച്ച നടന്നു. 2ാം ദിവസം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, താര ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം 15-അംഗ മണ്ഡലം കമ്മിറ്റിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. മണ്ഡലം സെക്രട്ടറിയായി MK അബ്ദുൽ ജലീലിനെ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.